മരിച്ചാൽ ദിക്ർ ചെല്ലാൻ പറ്റൂല എന്ന് വെച്ചോളൂ നിങ്ങൾ. അപ്പൊ മയ്യത്ത് നിസ്കരിക്കുമ്പോ തുടങ്ങൽ തന്നെ എങ്ങനെ? അല്ലാഹു അക്ബർ ദിക്റാണോ അല്ലേ? മരിച്ചാൽ ദിക്ർ ചെല്ലാൻ പറ്റുമോ? പറ്റൂലെങ്കിൽ പിന്നെ മയ്യത്ത് നിസ്കാരം എങ്ങനെ തുടങ്ങാം? മയ്യത്ത് നിസ്കരിക്കാൻ തുടങ്ങാൻ അല്ലാഹു അക്ബർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉടനെ ഏതാ ഓതണത്? ഫാത്തിഹ. ഫാത്തിഹ ഖുർആനാണോ അല്ലേ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പിന്നെ എങ്ങനെ ഫാത്തിഹ ഓതാ? നമ്മളൊരു വാദത്തിനും കോലാഹലത്തിനും അല്ല, ഒരു കാര്യം പറയുമ്പോ അതിന്റെ ഒരു ബുദ്ധിയും കൂടി നമുക്ക് നോക്കണ്ടേ. ഇപ്പൊ ഒക്കെ മയ്യത്ത് നിസ്കാരത്തിൽ ഫാത്തിഹാണോ അല്ലേ? ശരി, ഫാത്തിഹ കഴിഞ്ഞാൽ തൊട്ടടുത്ത് എന്താ ചെല്ലണത്? സ്വലാത്ത്. മരിച്ചാൽ സ്വലാത്ത് എല്ലാം പറ്റുമോ? അതും പറ്റൂല. അപ്പൊ പിന്നെ മയ്യത്ത് നിസ്കാരം? മയ്യത്ത് നിസ്കാരത്തിന്റെ മൂന്നാമത്തെ തക്ബീറിൽ എന്താ നമ്മൾ ചെല്ലുന്നത്? മയ്യത്തിന് വേണ്ടി ദ്വാരക്കല്. മരിച്ചവർക്ക് ദ്വാരക്കാൻ പറ്റൂലെങ്കിൽ മയ്യത്ത് കരിച്ചാൻ പറ്റുമോ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു ആർക്ക് ദ്വാരക്കണം? മയ്യത്തിന് ദ്വാരക്കണം. മരിച്ചവന് ദ്വാരക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ ഈ ദ്വാര പറ്റുമോ മയ്യത്ത് നിസ്കാരത്തില്? തലേന്ന് ചെയ്യേണ്ടി വരൂല ആൾക്കാർ. ഒരു ഉറങ്ങുമ്പോ പോയി കണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയാം. നെട്ടി ഉണർന്നാ ചോദിച്ചാൽ എന്തേന്ന്? അല്ല, മരിച്ചാൽ ഏതായാലും ദ്വാരക്കാൻ പറ്റില്ല, പണി ദ്വാരക്കാന്ന് വിചാരിച്ചാണ്. അത് നടക്കോ? മയ്യത്തിന്റെ നാലാമത്തെ തക്ബീർ ചൊല്ലിയാൽ എന്ത് ദ്വാരക്കണം? വഗ്ഫിർ ലനാ വലഹു. നിസ്കരിച്ച ഞമ്മക്കും ഓൽക്കും ദ്വാരക്കണം അല്ലേ? പറ്റൂലെങ്കിൽ പിന്നെ അത് പറ്റുമോ?